സത്യം പറയാലോ എനിക്കതൊരു പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കണക്കാട്ടോ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പല്ലിന് എന്താ പ്രശ്നം പറ്റിയെന്ന് കമ്പാരിറ്റീവ്ലി ഒറ്റ കമ്പിനേക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഒരു ജോയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് ഇത് തന്നെയാണ്. അതുകൊണ്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്നൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ കുറേ ഓക്കെ ആയി. അപ്പോൾ ഇപ്പം എൻ്റെ പല്ലിൽ ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് എന്തായിരുന്നു? റീറ്റൈനേഴ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ റീറ്റൈനേഴ്സിനെ പറ്റി തന്നെയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ എടുത്ത് അന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെയിം ബാക്ക്ഗ്രൗണ്ട്, സെയിം ഡ്രസ് ഒക്കെ. അപ്പോഴും ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കാം അതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി റീറ്റൈനേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പല്ലിൽ കമ്പി എടുത്തതിനെ പറ്റിയിട്ടും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ബില്ല് കുറയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ പല്ലിൽ കമ്പി എടുത്തപ്പോൾ എക്സ്പീരിയൻസ്, പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ അതിനേശമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് റീറ്റൈനേഴ്സ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഞാൻ സൈലന്റ് ആയാലും അവർ സൈലന്റ് ആവത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാൻ ഈ പല്ലിൽ കമ്പി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒറ്റ കമ്പി ഒന്നും എടുത്തൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല, പല്ലിൽ നിന്ന് എങ്ങനെയെങ്കിലും കമ്പി മാറ്റിയാൽ മതിയെന്ന്. പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കോൺസിക്വൻസസിനെ പറ്റി അറിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടേ പറ്റത്തോളം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ പല്ലൊക്കെ അന്ന് ക്ലീൻ ചെയ്തു. അതായത് പല്ലിൽ കമ്പി എടുത്ത് ക്ലീൻ ചെയ്തു. ഇതിനെ പറ്റി അതായത് പല്ലിൽ കമ്പി എടുത്താൽ അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോഴെന്തായാലും എന്നോട് ഇനി റീറ്റൈനേഴ്സ് യൂസ് ചെയ്യണം, കഴിഞ്ഞിട്ടില്ല, പല്ലിൽ കമ്പി എടുത്തുമ്പോൾ എല്ലാം ശരിയായെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി റീറ്റൈനേഴ്സ് ഇടണം. അപ്പോൾ പറയുന്ന അത്ര, അതായത് 1 ഇയർ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് റീറ്റൈനേഴ്സ് യൂസ് ചെയ്യണമെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ചു ഇനി 1 വർഷം. പിന്നെ വേറെ സമാധാനം വെച്ചാൽ വേറെ കാര്യം, നമുക്കിത് ഫുഡ് കഴിക്കുന്ന സമയത്തും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്യാം. അപ്പോഴാലോചിച്ചപ്പോൾ ഒരു സമാധാനം. പക്ഷെ പിന്നെ ഒരു കാര്യം ആലോചിച്ചാൽ ഇതിലും നല്ലത് പല്ലിൽ മറ്റേ കമ്പി, അതായത് നമ്മൾ ആദ്യം ഇട്ടുന്ന അതായത് മുത്ത് കമ്പി തന്നെയായിരുന്നു നല്ലതെന്ന് തോന്നി. കാരണം വേറെ ഒന്നുമില്ല, അതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഫുഡും കഴിക്കാൻ പറ്റും. എന്ത് ഫുഡെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കഴിക്കാം. അതായത് അതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ റിമൂവ് ചെയ്ത് വീണ്ടും ഇട്ടും അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അന്നേരം ആലോചിച്ച് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഓക്കെ, റീറ്റൈനേഴ്സ് ഇടാന്നുള്ളൊരു ഇത് വന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു അപ്പോൾ റീറ്റൈനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അളവെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലിൽ കമ്പി എടുത്ത് തന്നെ നമ്മുടെ പല്ലിന് ഇംപ്രഷൻ എടുക്കും. അതായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ അന്നേരം നമ്മുടെ പല്ല് എന്ത് ഷേപ്പാണോ അപ്പോഴത് അതുപോലെ തന്നെ നമുക്ക് ഇംപ്രഷൻ എടുക്കും. ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ക്ലേ പോലത്തെ ഒരു ടൈപ്പ്, അത് ഞാൻ കൊടുത്തേക്കാം, ഫോട്ടോ കൊടുത്തേക്കാം. അപ്പോൾ അതിങ്ങനെ വായിൽ വെക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. അതൊരു ഇപ്പം എനിക്കൊരു സത്യം പറയാമല്ലോ എനിക്കതൊരു പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കണക്കാട്ടോ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്ത് ഇങ്ങനെ വെച്ചേക്കും, അതിനുശേഷം അത് റിമൂവ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ആ പല്ലിൻ്റെ ഇംപ്രഷൻ അതിൻ്റെ അകത്ത് വരും. അങ്ങനെ താഴെയും മുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ലിൻ്റെ ഇംപ്രഷൻ എടുത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരണം. അതായത് ഇന്നാണ് പല്ലിൽ കമ്പി എടുത്തെങ്കിൽ മറ്റന്നാൾ, അതായത് നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ വരണം, വരാതിരിക്കരുതെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ വിചാരിക്കും, അത് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, പല്ലിൽ കമ്പി എടുത്തപ്പോഴത്തേക്ക് പല്ലങ്ങനെ. പക്ഷെ അങ്ങനല്ല കേട്ടോ. നമ്മൾ ആ ഗ്യാപ്പ് പല്ലിൽ നമ്മൾ പല്ലെടുത്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഗ്യാപ്പ്, അല്ലാതെ ഇപ്പം ഗ്യാപ്പ് ഉള്ളവരായിരുന്നെങ്കിൽ അങ്ങനെയുള്ളവരുടെയും കേസിലാണെങ്കിൽ ആ പല്ല് പഴയ പടി അങ്ങനെ തന്നെ ആവും. അത് സത്യം തന്നെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, പല്ലെല്ലാം സെറ്റായിട്ട് ഓക്കെ ആയിട്ടിരുന്ന. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് ഈ കാണുന്ന ഗ്യാപ്പൊന്നും തലേ ദിവസം രാത്രി ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഗ്യാപ്പ് ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തു ഇതെന്താ പല്ലിന് എന്താ പ്രശ്നം പറ്റിയെന്ന്. അപ്പോൾ ഈ 2 സൈഡിലും ഗ്യാപ്പ് വന്നു. അതുപോലെ തന്നെ മുകളിലും പല്ല് നീങ്ങിയിട്ടുണ്ടായിരുന്ന ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടിരുന്നതാണ്. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് അതും ഇങ്ങനെ ചെറുതായിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് കാണാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഈ റിട്ടേണേഴ്സ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വേദന വരാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കണ്ട ഗ്യാപ്പ് കണ്ടോ, ഇത് യൂസ് ചെയ്തിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടോന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, ഇതാണ് പ്രശ്നം, അത് കൂടുതൽ പേരും ഇതൊന്നും ചെയ്യാനിട്ട് പല്ലിൽ ആ ഗ്യാപ്പ് അതുപോലെ നിർത്തി, അല്ലെങ്കിൽ ഗ്യാപ്പ് ഒന്നും ക്ലോസ് ആവാതെ പല്ല് വീണ്ടും വൃത്തിയേടാക്കിയിട്ട് എഗെയിൻ വന്ന് കമ്പി ഇടുക എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതുപോലെ ഒരുപാട് പേരുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള തെറ്റുകളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടോ. കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യണം, യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമ്മൾ പല്ലിൽ കമ്പി ഇട്ടാൽ അത്രത്തോളം പെയിൻഫുൾ അല്ല. പെയിൻഫുൾ ആണോന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കേട്ടോ എൻ്റെ ബ്രേസ് സ്റ്റോറി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് പെയിൻഫുൾ ഉള്ള കാര്യമൊന്നുമല്ല, സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് ഓക്കെ ആവും. അതുകൊണ്ട് ഇത് മടിച്ചിട്ട് ഇടാതിരിക്കരുത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഇടാതിരിക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ അങ്ങനെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. പല്ലിൻ്റെ ഇംപ്രഷൻ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ചെന്നു ആയിട്ട് പോയി. അപ്പോഴേ എൻ്റെ റീറ്റൈനേഴ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലിയർ റീറ്റൈനേഴ്സാണ്. അതായത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം, ഒരു എക്സാമ്പിളിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. അതായത് അലൈനർ ഇല്ലേ, നമ്മൾ കമ്പിക്ക് പകരം യൂസ് ചെയ്യുന്ന അലൈനർ, അതേപോലെ തന്നെയാണ് ഈ റീറ്റൈനറിനെയും കാണാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ നമ്മൾ പല്ലിൽ കിടന്ന അറിയത്ത് കൂടിയില്ല. അപ്പോൾ ഞാൻ അതായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒറ്റ കമ്പി ഉണ്ടായിരുന്നത് അമ്മത്തേക്ക് ഇങ്ങനെ കമ്പി കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ക്ലിയർ റീറ്റൈനർ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കമ്പാരിറ്റീവ്ലി ഒറ്റ കമ്പിനേക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ഈ ഒരു ടൈപ്പ് റീറ്റൈനറിന്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ ആ ഒരു റീറ്റൈനർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു തിളക്കം കാണുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പല്ലിൽ ഞാൻ റീറ്റൈനേഴ്സ് ഇപ്പം ഇട്ടിട്ടുണ്ട്. അത് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ത്രൂ കാണുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴതിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, കാണാൻ പറ്റില്ല എന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്തു. പിന്നെ സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഫസ്റ്റ് ദിവസം ഇത് ഇട്ടേണ്ട അന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, എന്തോ പറയണ്ട. അതായത് 2 ദിവസത്തിലെ പല്ല് ഫ്രീ ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഇത് പ്രസ് ചെയ്തെടുത്തേക്കും എനിക്ക് അന്നേരം നല്ല രീതിയിലൊരു പുകച്ചിലായിരുന്നു. ഈ ഗംസിലൊക്കെ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചത് എന്താ എപ്പോഴും മാറും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എനിക്ക് അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ഇങ്ങനെയൊക്കെ ഇരിക്കത്തില്ല, അതായത് ഒരു ജോയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് ഞാൻ ഇത് എന്താ ഇങ്ങനെയെന്ന് വെച്ചപ്പോൾ ഡോക്ടറിന് അത് ഇപ്പോഴങ്ങോട്ട് വെച്ചില്ലേ ഉള്ളൂ, ഒരു പുതിയൊരു സാധനം നമ്മൾ പല്ലിലോട്ട് വെച്ചില്ല, അതായിട്ട് ഇനി പൊരുത്തപ്പെടാൻ ടൈം എടുക്കും. പല്ലിൽ കമ്പ്യൂട്ടർ സമയത്ത് ഇങ്ങനെയും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാം മറന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലായി. പക്ഷേ ഇത് എന്തോ ഒരു ബുദ്ധിമുട്ട് കണക്ക്. മറ്റേത് പല്ലിലൂടെ ഇങ്ങനെ പോയേക്കുന്നത് മൊത്തം പല്ല് ഫുള്ള് കവേർഡായിട്ട് വരുമ്പോൾ ഞാൻ ആലോചിച്ച് അയ്യോ ഇനി ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കണമല്ലോ, ഇത് വേണ്ടായിരുന്നു, മറ്റേ കമ്പി മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ അന്നേരം സത്യം പറഞ്ഞാൽ മനസ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇട്ടേ പറ്റത്തുള്ളൂ. കുറേ സമയം മിററെടുത്ത് നോക്കിയിട്ട് അയ്യോ വേണ്ടായിരുന്നു, എന്തോ പോലെ ആവുന്നു, വായടയ്ക്കാനും പറ്റുന്നില്ല, വേദന എടുക്കുന്ന. കാരണം പ്രസ്സായിട്ട്, അതായത് ഗംസിലൊക്കെ നല്ല രീതിയിൽ പ്രസ്സായിട്ട് ഇരിക്കുകയാണ്. മറ്റേ കമ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല്ല് മാത്രമേ ആവുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പം മോണയ്ക്കകത്തും കൂടി ഇങ്ങനെ കവറായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ ആലോചിച്ചു അയ്യോ ഈ വേദന സഹിക്കുന്ന. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പുകച്ചിലുണ്ട്, ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് മാറും, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി, എനിക്ക് സംസാരിക്കാൻ പറ്റും, പിന്നെ സംസാരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ശരിയാവും, ഇന്നുകൊണ്ട് തന്നെ ശരിയാ, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനോട് നമ്മൾ ഓക്കെ ആയിട്ട് വരും, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ അമ്മനെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ റീറ്റൈനർ ഇട്ട് തന്നു, പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതായത് നാക്കൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് വന്നു കഴിഞ്ഞിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ട്യൂഷൻ പിള്ളേർക്ക് പോലും എനിക്ക് അവരൊക്കെ എന്താ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത്, ഇപ്പോൾ പോലും സംസാരിക്കുന്ന പല വാക്കുകളും ക്ലിയർ അല്ല. അതിനകത്ത് മെയിൻ റീസൺ ഇത് തന്നെയാണ്. അതുകൊണ്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷേ ഇന്നൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ കുറേ ഓക്കെ ആയി, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. എനിക്ക് ആദ്യത്തെ ദിവസമൊന്നും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ എന്താണ് വീഡിയോയിലൊന്നും വരാഞ്ഞത്. അതായത് ഒരാഴ്ച എന്ന് വെച്ചപ്പോൾ ആ പല്ലിൽ കമ്പി എടുത്തതിന് ശേഷം കുറേ ദിവസത്തെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മെയിൻ റീസൺ അതായിരുന്നു. അതായത് എനിക്ക് ഈ ഒരു ക്ലിയർ റീറ്റൈനർ ഇട്ടതിന് ശേഷം, അതായത് റീറ്റൈനേഴ്സ് ഇടുമ്പോഴത്തേക്ക് പൊതുവേ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും, അതേ സെയിം ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത്. കാരണം വോയിസ് ഓവർ, ഈ ഒരു ഷോർട്സിനൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച ഉടനെ ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ആ ഒരു സമയത്ത് വോയിസ് ഓവർ, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഇടാതിരുന്നാൽ പല്ല് ഗ്യാപ്പ് വീണ്ടും പഴയതൊക്കെ പല്ല് ഫുള്ള് കൊളാവും നിൽക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇപ്പം 2 ദിവസമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് മുൻവിധി പറയാൻ പറ്റത്തില്ല, ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നല്ല രീതിയിൽ യൂസ് ചെയ്തു, ഇനി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പുതുമയൊക്കെ പോകുന്നുണ്ടോ, പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ പല്ലിൽ അങ്ങനെ ഒരു സംഭവം ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ഫീല് കുറഞ്ഞു വന്നു. പക്ഷെ എന്നാലും ഉണ്ട്, ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. എന്തായാലും ആ ഒരു ഫീല്, അതായത് പല്ലിൽ അത് ഇല്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ല. സംസാരിക്കാനും പറ്റുന്നുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് മാറ്റണം, അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഫുൾ ടൈം യൂസ് ചെയ്യണം. അങ്ങനെ ചില സമയം ഫുഡ് കഴിച്ചിട്ട് മറന്നു, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഇടാറുണ്ട്. കാരണം നമ്മൾ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കും, ഇത് വായിലിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഓർത്തിട്ട് ഇടാറുണ്ട്. അപ്പോഴതാണ് സംഭവം. അപ്പോൾ ഇപ്പം എൻ്റെ പല്ലിൽ കാണിച്ചിട്ടുണ്ട്. ഈ പല്ല് നമ്മൾ കൂട്ടിമുട്ടില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.
അപ്പോൾ അതാണ് സംഭവം. ആ പല്ലിൽ കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ റീറ്റൈനേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ 2 ദിവസത്തെ എക്സ്പീരിയൻസ് മാത്രമായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തേക്കാം. പെയിൻഫുൾ ആണോ എന്ന് വെച്ചാൽ ഇതേവരെ എനിക്ക് പെയിൻഫുൾ അല്ല കേട്ടോ, അത് ഞാൻ പറയാം. എനിക്ക് എന്നെ സംബന്ധിച്ചത് ഒട്ടും പെയിൻഫുൾ. ആദ്യത്തെ ദിവസം ഇട്ട സമയത്ത് ഒരു പുകച്ചിലാണ്, പിന്നെ മോണയൊക്കെ ചെറുതായിട്ട് മുറിയൊക്കെ വന്ന് സ്ക്രാച്ചൊക്കെ വീഴും, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്തേക്കാം. പിന്നെ ഒറ്റ കമ്പിയും ഇതും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ റീറ്റൈനർ. ഒറ്റ കമ്പിക്ക് പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ ഉടനെ തന്നെ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇനി ഉടനെ ഇടും കേട്ടോ. ഓക്കെ, അപ്പോഴൊക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം, ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.